അടുത്ത് പാചകവാതക ക്ഷാമം അതിരൂക്ഷം. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം നിലച്ചത് ഹോട്ടൽ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കി. മെനുവിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഹോസ്റ്റലുകളിലും സമാന സ്ഥിതിയാണ്. വടക്കൻ കേരളത്തിൽ പാചകവാതക വിതരണം നിലച്ച പശ്ചാത്തലം കൂടിയുണ്ട്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, ഇപ്പോൾ തുടക്കത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രശ്നമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വാണിജ്യ ഉപഭോക്താക്കൾ ഹോട്ടലുകളടക്കം വലിയ പ്രതിസന്ധിയിലാണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത് വർദ്ധിക്കുന്ന സാഹചര്യമാണല്ലോ അല്ലേ? അല്ലാതെ ഇത് പരിഹരിക്കാൻ ഉടനെങ്ങും വഴിയില്ല എന്ന തരത്തിലല്ലേ കാര്യങ്ങൾ? അനീഷ് കേൾക്കാമോ? എന്താണ് വടക്കൻ കേരളത്തിലെ പാചകവാതക വിതരണത്തിന്റെ അവസ്ഥ? രഞ്ജിത്ത്, പാചകവാതക വിതരണം വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു കാര്യമാണ് നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്നും പറയാൻ കഴിയുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിർത്തുന്ന അവസ്ഥ. ബോട്ടിംഗ് പ്ലാന്റുകളിൽ നിന്നും കൊമേഴ്ഷ്യൽ കണക്ഷനുകൾ, അതായത് ഗാർഹിക കണക്ഷനുകൾക്ക് അപ്പുറമുള്ള വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് നിർത്തിവെക്കുന്ന സാഹചര്യം. കാരണം രാജ്യത്ത് പൂർണ്ണമായും ഈ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പാചകവാതക വിതരണം ലഭ്യമാക്കാനുള്ള ശക്തമായ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഹോട്ടലുകളുടെ പ്രവർത്തനമാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇനി ബാധിക്കാൻ പോവുക. വലിയ തോതിൽ പാചകവാതകം ആവശ്യമുള്ള സിലിണ്ടറുകൾ ആവശ്യമുള്ളതാണ് ഹോട്ടലുകൾ. നമുക്കറിയാം, പ്രതിദിനം പലയിടങ്ങളിലും 2-3 സിലിണ്ടറുകൾ പോലും ഉപയോഗിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല. കാരണം രാവിലെ മുതൽ തന്നെ ഈ പാചകത്തിനുള്ള സാമഗ്രികൾ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് ഒറ്റ ദിവസം ഒരു സിലിണ്ടർ കൊണ്ട് പോലും ഒരു സാധാരണഗതിയിലുള്ള ഒരു ചെറുകിട കടയ്ക്ക് ഹോട്ടലിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പാചകവാതക വിതരണം പൂർണ്ണമായും നിലയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകവാതക വിതരണം പൂർണ്ണമായി നിലയ്ക്കുമ്പോൾ അത് വലിയ തോതിൽ ബാധിക്കും. നമുക്കറിയാം, പണ്ടൊക്കെ അടുപ്പുകളെ ആശ്രയിച്ചൊക്കെയാണ് പല ഹോട്ടലുകളും പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഈ പാചകവാതക ലഭ്യത സുഗമമായതോടുകൂടി അത്തരം അടുപ്പുകളെല്ലാം ഹോട്ടലുകളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. പൂർണ്ണമായും ഈ പാചകവാതകത്തെ ആശ്രയിച്ച് മാത്രമാണ് ഇത്തരം ഹോട്ടലുകളുടെ പ്രവർത്തനം നടക്കുന്നത്. നിലവിൽ തന്നെ പലപ്പോഴും കിട്ടാത്ത അവസ്ഥയുണ്ട്. സിലിണ്ടറുകൾക്ക് വലിയ നിരക്ക് വർധനവുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഹോട്ടലുകളുടെ ബജറ്റ് ആകപ്പാട് താളം തെറ്റിയാണ് നിന്നിരുന്നത്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ലഭ്യതയെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഹോട്ടലിൻ്റെ ജീവനക്കാരോട് ഉടമകളോടൊക്കെ തന്നെ ചോദിക്കാം. നിലവിൽ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് നിങ്ങളുടെ വ്യവസായം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാചകവാതക വിതരണത്തിൻ്റെ ലഭ്യത പലപ്പോഴും ഒരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു നിയന്ത്രണം വന്നിരിക്കുന്നത് ഇനിയും ഗാർഹിക കണക്ഷനുകൾക്ക് മാത്രം നൽകിയാൽ മതിയതാണ്. എങ്ങനെയാണ് നിങ്ങളിത് ബാധിക്കുക? ഹോട്ടലുകൾക്ക് വൻ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഇന്നലെ 3 ദിവസം ആവശ്യം വരലുണ്ട്. പക്ഷെ ഇന്നലെ ആകെ 1 കിട്ടിയിട്ടുള്ളൂ. അപ്പം അങ്ങനെയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാ ഹോട്ടലുകൾക്കും ബാധിക്കും. അതായത് നിങ്ങൾക്ക് 3 വേണം, അതിൽ ഒരെണ്ണമാണ് ഇന്നലെ മുതൽ കിട്ടിയിരുന്നത്. ഇന്നലെ വന്നിട്ടുള്ളൂ ഒരെണ്ണം. പിന്നെ സാധനങ്ങൾക്ക് ഭയങ്കര വിലയും കൂട്ടി. ഗ്യാസിന് ഒരു സിലിണ്ടറിന് തന്നെ 200 രൂപയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ 1080 ഉണ്ട്. പിന്നെ 1700 1800 ആക്കി. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ അടുപ്പൊന്നും ഇല്ലായിരിക്കും? അടുപ്പ് ഇവിടെ ബുദ്ധിമുട്ടാണ്. പുക വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഫുള്ള് ഗ്യാസ് തന്നെ പറ്റുള്ളൂ. ഇതിപ്പോ എങ്ങനെയാണ് നിങ്ങളിപ്പോ എത്ര? 1680 രൂപയായിരുന്നു. ഒരു 2-3 ദിവസമായിട്ട് ഇപ്പോൾ 1880 വന്നിട്ടുണ്ട്. അപ്പോൾ 3-4 ഗ്യാസ് ഇവിടെ ഡെയിലി വേണം. ആ ടൈമിൽ ഇപ്പോൾ ആകെ 1 ഗ്യാസ് ഇറക്കുന്നുള്ളൂ. ഇന്നലെ അതിന്റെ ചെറുതാ കിട്ടിയത്. 1050 രൂപയുടെ ഗ്യാസ് ഇന്നലെ കിട്ടിയത്. അതുകൂടെ എങ്ങനെ ഹോട്ടൽ മുന്നോട്ട് പോകുന്ന യാതൊരു ഐഡിയ കിട്ടുന്നില്ല. ചായയുടെ ഒക്കെ രാവിലെ മുതൽ ഓൺ ചെയ്താൽ സന്ധ്യ ആകുമ്പോഴായിരിക്കും? അതെ. രാവിലെ 5 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 8 മണിക്കാണ് ചായയുടെ ഓഫ് ആക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കും, ഞങ്ങൾക്കത് തികയില്ല ഗ്യാസ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങള് ആകെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോ. ഇന്നലെ മുതൽ കേന്ദ്രത്തിന്റെ തീരുമാനം വന്നേക്കുന്നത് ഈ ഗാർഹിക കണക്ഷനുകൾക്ക് മുൻഗണന കൊടുക്കണമെന്നാണ്. ഈ കൊമേഴ്ഷ്യൽ കണക്ഷനുകൾക്ക് ഇനി ഗ്യാസ് ലഭ്യത കുറച്ച് ദിവസത്തേക്ക് പ്രശ്നമായിരിക്കും. അതെ. അപ്പൊ എന്തപ്പോ എന്തെങ്കിലുമൊക്കെ നിലപാട് വന്നാലപ്പോ ശരിയാവുള്ളൂ. ഞങ്ങളെ പോലെ ആൾക്കാർ കുടുങ്ങി പോകും. ഇപ്പൊ ഇതില് മൊത്തത്തിൽ ഒന്നും ചെയ്യാനുമില്ല. ഒന്നും ചെയ്യാനും കഴിയില്ല. അടുപ്പിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഇല്ല. ഈ ഗ്യാസിനെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ അതും കൂടി ഇല്ലെങ്കിൽ കൂട്ടേണ്ടി വരും. വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ അടുപ്പിലേക്ക് മാറ്റാൻ പറ്റത്തില്ല അല്ലെ? അടുപ്പിലേക്ക് മാറ്റാനുള്ള ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ലല്ലോ. ഇനിയിപ്പോ അതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും ഇങ്ങനെ പോവാണെങ്കിൽ.
അടുപ്പിലേക്ക് മാറി. പക്ഷെ ബുദ്ധിമുട്ടാണ്. ഫുള്ളും കിച്ചണൊക്കെ മൊത്തത്തിൽ മാറ്റേണ്ടി വരും. പിന്നെ പൊല്യൂഷൻ പോലുള്ള പ്രശ്നങ്ങൾ. അതെ അതെ അതെ, അതിനുള്ള എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ വെക്കണം. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തന്നെ വരും. അത് എന്തായാലും കട ലീവാക്കണം, പണിയുണ്ടാവും, പുതിയ അടുപ്പുകൾ ഫിറ്റാക്കേണ്ടി വരും. എന്താ ഒന്ന് സംസാരിക്കും. എത്ര തൊഴിലാളികളോട് ജോലി ചെയ്യുന്നു? ഞങ്ങളിവിടെ ഒരു 10-12 പേരുണ്ട്. ഞങ്ങള് മോള് കടക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ കുടുംബത്തെ ഇത് ബാധിക്കുമല്ലോ. നിങ്ങൾ ലീവായി കഴിഞ്ഞാൽ എത്രയോ കുടുംബങ്ങൾ ഞങ്ങളൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. എന്തായാലും ഇപ്പൊ കുറ്റി കിട്ടിയില്ലെങ്കിൽ പൂട്ടുക തൽക്കാലം വേറെ ഒന്നും നിവർത്തിയില്ല ഞങ്ങൾക്ക്. രഞ്ജിത്ത്, അതാണ് നമ്മളൊരു ചെറുകിട ഹോട്ടലാണ് ഇപ്പോൾ കാണുന്നത്, പാളയത്തുള്ള. ഇവിടെ മാത്രം 10 തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. രാവിലെ 5 മണിക്ക് തുറന്നാൽ രാത്രി 8-8 ആകുമ്പോഴാണ് ഈ കടകൾ അടയ്ക്കുന്നത്. ചുരുങ്ങിയത് ഒരു ദിവസം 3 സിലിണ്ടർ ഉണ്ടെങ്കിലും മാത്രമാണ് ഈ കടയുടെ ഒരു സുഗമമായ പ്രവർത്തനം നടക്കുക. ഇന്നലെ മുതൽ ഒറ്റ സിലിണ്ടർ മാത്രമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകവാതകം ലഭ്യമല്ല എന്നൊരു സ്ഥിതി വന്നാൽ തൽക്കാലം ഇവർക്ക് പൂട്ടുക അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. എന്തായാലും ഗാർഹിക കണക്ഷനുകൾക്കും ചില നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത്. കാരണം 21 ദിവസത്തിനിടയിലാണ് ഈ കുറ്റികൾ കിട്ടിയിരുന്നത്, ഗ്യാസ് കുറ്റികൾ. പക്ഷേ അത് 25 ദിവസത്തെ ഇടവേളയിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ഈ ലഭ്യത കുറയുമെന്ന് അറിയുമ്പോൾ ആളുകൾ ഭ്രാന്തമായി സാധനങ്ങൾ വാങ്ങി സൂക്ഷിച്ച് അല്ലെങ്കിൽ കരുതുന്നതിലും മറ്റുമൊക്കെ ഇത് പോകുന്ന ഒരു സാധ്യത ഇല്ലാതാക്കാനാണ്. ഒപ്പം ഈ ഹോട്ടലുകളെ മാത്രമല്ല, ഈ ഹോസ്റ്റലുകളൊക്കെ അടക്കമുള്ളവയ്ക്കും ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഈ എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ, അതായത് നേരിട്ട് വിദ്യാഭ്യാസ സ്ഥാപനമായി പ്രവർത്തിക്കാതെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഇന്നലെയൊക്കെ പലയിടങ്ങളിൽ നിന്നും അവർക്ക് വിജ്ഞാപനം വന്നിട്ടുണ്ട്. കാരണം പാചകവാതക വിതരണത്തിന് വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. അതുകൊണ്ട് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഭക്ഷണം നൽകുന്നത് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് ഏത് നിമിഷവും ഹോസ്റ്റലും മറ്റുമൊക്കെ ഒഴിഞ്ഞു പോകാനുള്ളൊരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ വീടുകളിലേക്ക് കുട്ടികൾ മാറാനുള്ളൊരു അറിയിപ്പ് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഗാർഹിക കണക്ഷൻ അപ്പുറമുള്ള വാണിജ്യ സിലിണ്ടറുകൾ നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തായാലും ഭക്ഷണ ലഭ്യത കുട്ടികൾക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഹോസ്റ്റലുകളും അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധം അത് കേരളത്തെയും നമ്മുടെ രാജ്യത്തെയും ഒക്കെ ഏത് രീതിയിൽ എത്ര ദോഷകരമായി ബാധിക്കുന്നു എന്നതിന്റെ ഒരു പ്രതിഫലനങ്ങളാണ് വന്നു തുടങ്ങിയത്. വരും ദിനങ്ങളിൽ ഈ പ്രതിസന്ധി ഏറെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. എന്തെങ്കിലും ഫോമുലുകൾ യുദ്ധത്തിൽ ഉരുത്തിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെടിനിർത്തലിലേക്ക് മറ്റും കാര്യങ്ങൾ നീങ്ങുകയോ ചെയ്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കാവും നമ്മുടെ രാജ്യവും. അതാണ് സാഹചര്യം. ഏതായാലും ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. LPG പ്രതിസന്ധി അത് രാജ്യമെമ്പാടും വ്യാപിക്കുന്ന പശ്ചാത്തലം കൂടിയിരിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഈ പ്രശ്നത്തിന്റെ വല്ലാത്ത രൂക്ഷതയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഉൽപ്പാദനം 10% കൂട്ടും. LPG ക്ഷാമം